Good evening. Hi, Minija ചേച്ചി. Good evening. Sound okay ആണോ? Hi, സുനിത. വീഡിയോയും സൗണ്ടും ഒക്കെ ഓക്കെ ആണല്ലോ അല്ലേ? ഹായ് ജോജു. ഓക്കെ, താങ്ക് യു സുനിത. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഏകദേശം ഒരു 17 പേരോളം ഇപ്പോൾ ലൈവിൽ വന്നിട്ടുണ്ട്. ഹായ് ചേച്ചി, ഗുഡ് ഈവനിങ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് അനീഷ് മത്തായി. ഞാൻ ഇവിടെ ലൂഷം ആൻഡ് ഗ്രീനിച്ച് NHS ട്രസ്റ്റിൽ സൈറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കോട്ടയം കുടമാളൂരിൽ നിന്നാണ് വരുന്നത്. മാരീഡാണ്, 3 പിള്ളേരുണ്ട്. ഇവിടെ ലണ്ടൻ ബെക്സ്ലി ഹീത്തിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ ചെറിയൊരു എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് ഞാൻ ചെയ്തൊരു റോളും പിന്നെ ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന റോളിനെ പറ്റിയും അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയും പറയാനാണ് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഞാൻ 2003 എൻഡിങ്ങിലാണ് UK എത്തുന്നത്. 99 ഇന്ത്യയിൽ പഠിച്ചു. ബാംഗ്ലൂർ അടുത്ത് ബെല്ലാരി എന്ന് പറയുന്ന സ്ഥലത്താണ് നഴ്സിംഗ് കഴിഞ്ഞത്. അവിടെ 4 വർഷം, 2 വർഷം ഇന്ത്യയിൽ വർക്ക് ചെയ്തു, 2 വർഷം നേപ്പാളിൽ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ UK എത്തുന്നത്. UK ഒരു നഴ്സിംഗ് ഹോമിൽ സീനിയർ കെയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ ആദ്യം വരുന്നത്. അവിടെ ഒരു 8 മാസം വർക്ക് ചെയ്ത ശേഷമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അഡാപ്റ്റേഷൻ ചെയ്ത്, അന്നത്തെ കാലത്ത് അഡാപ്റ്റേഷൻ ആയിരുന്നു, C ഗ്രേഡ്. അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. 2004-2005 അഡാപ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്തു. 2005 ബാൻഡ് 5 ആയിട്ട് അവിടെ കയറി. ഒരു 2008 ഒക്കെ ആയപ്പോഴത്തേക്കും ബാൻഡ് 6 കിട്ടി. 3 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ബാൻഡ് 6. അതിനുശേഷം ഒരു 4-5 ഇയേഴ്സോളം ബാൻഡ് 6 ആയിട്ട് വർക്ക് ചെയ്തു. പിന്നീട് എനിക്ക് എന്തോ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ബേസിക്കലി ഇന്ത്യൻ ആണല്ലോ, അപ്പം വാർഡ് നഴ്സിംഗ്, ബെഡ് സൈഡ് നഴ്സിംഗ് ഒക്കെ പയ്യെ മതിയാക്കാം, വേറെ എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്കൊരിക്കലും മാനേജർ മേട്രൺ ആ ഒരു ലെവലിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോഴാണ് ഈ ബാൻഡ് 7 സൈറ്റ് മാനേജർ അല്ലെങ്കിൽ ബാൻഡ് 7 ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് നഴ്സ്, അത് 2014 നമ്മുടെ ട്രസ്റ്റിൽ ആദ്യമായിട്ടൊരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്ന ക്രിട്ടിക്കൽ കെയർ ഇല്ലാത്ത അക്യൂട്ട് വാർഡിൽ എക്സ്പീരിയൻസ് ഉള്ള നഴ്സസിനെ ഔട്ട്റീച്ച് നഴ്സസായിട്ട് എടുക്കാനായിട്ട് അവരൊരു പുതിയ പ്ലാനിങ് കൊണ്ടുവന്നു. അപ്പം അതിന് അപ്ലൈ ചെയ്തു. വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കാരണം ഔട്ട്റീച്ച് നഴ്സസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ വിചാരം ITU ട്രെയിൻ നഴ്സസ് ആണ്, അവരാണ് എപ്പോഴും ഈ റോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. അത് തന്നെയല്ല, അതൊരു വളരെ റെസ്പെക്ട്ഫുൾ, എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ആരാധനയുള്ളൊരു റോളായിരുന്നത്. അതിനകത്തോട്ട് ഞാൻ ചെല്ലുക എന്ന് പറയുമ്പോൾ എനിക്കത് പ്രത്യേകിച്ച് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. സൈറ്റ് മാനേജ്മെൻറ്റ് അത്രയും പ്രശ്നമില്ലായിരുന്നു, കാരണം നമുക്കറിയാവുന്ന ഹോസ്പിറ്റൽ തന്നെയാണ്, വർഷങ്ങളായിട്ട് അവിടെയുണ്ട്. അങ്ങനെ ആ ബാൻഡ് 7 റോളിലേക്ക് ചെന്ന് ഒരു ഫസ്റ്റ് 3 മന്ത്സ് നല്ല ഇമ്മൻസ് ആയിട്ടുള്ള സ്റ്റഡി ആയിരുന്നു. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട്, എൻഹാൻസ് ക്ലിനിക്കൽ സ്കിൽസ് അസസ്മെൻറ്റ്, ഇതെല്ലാം ചെയ്തു. അങ്ങനെ ഒരു 5 ഇയേഴ്സ് ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് നഴ്സും സൈറ്റ് മാനേജറുമായിട്ട് വർക്ക് ചെയ്തു. ആഫ്റ്റർ 5 ഇയേഴ്സ്, അത് കഴിഞ്ഞ് 2018 ഞാനിപ്പോൾ ചെയ്യുന്ന റോള് സീനിയർ സൈറ്റ് മാനേജർ എന്നുള്ള റോളിലേക്ക് കയറുന്നത്. അതിപ്പോൾ ഒരു 2.5 ഇയേഴ്സ് ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് എനിക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. നമ്മുടെ ട്രസ്റ്റിൽ നിന്ന് സാധാരണ എപ്പോഴും ഫിലിപ്പീൻസ്, ആഫ്രിക്ക അങ്ങോട്ടൊക്കെയാണ് റിക്രൂട്ട്മെൻറ്റിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഒരു ദിവസം നമ്മളിങ്ങനെ സൈറ്റിൽ മീറ്റിംഗ്സ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് മേട്രൻസ് ഒക്കെ വന്നിട്ട് പറഞ്ഞു, ഒത്തിരി പേരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരും, പക്ഷേ അവർ പിൻ നമ്പർ കിട്ടിയ ശേഷം ഇവരെല്ലാം ഈ പെട്ടെന്ന് സെൻട്രൽ ലണ്ടനിലേക്കോ അല്ലെങ്കിൽ മൂവ് ഔട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ പോയിട്ട് കൊണ്ടുവരുന്ന ആ ഒരു എഫേർട്ട് അത് വർക്കൗട്ട് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു,
നമ്മുടെ ട്രസ്റ്റിൽ കുറേ ഇന്ത്യൻ നഴ്സസ് ഉണ്ട്, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയുണ്ട്. അപ്പം വൈ നോട്ട് യു ഗോ ടു ഇന്ത്യ ആൻഡ് റിക്രൂട്ട് നഴ്സസ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞു. അതിൻ്റേതാണോ എന്താണോ എന്നറിയത്തില്ല. ഒരു 3-4 മന്ത്സിന് ശേഷം അവരുടെ ഡിസിഷൻ വന്നു, ഇന്ത്യയിലേക്ക് റിക്രൂട്ട്മെൻറ്റിന് പോവുകയാണ്. അപ്പം ഇഷ്ടമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനും ചുമ്മാ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ അപ്ലൈ ചെയ്തു, നാട്ടിൽ പോയി റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള. അപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഞാനത് സക്സസ് ആയി. അങ്ങനെ നാട്ടിൽ പോയി. ഈ 2018 നാട്ടിൽ പോയിട്ട് ബോംബെയിലും കൊച്ചിയിലും 2 സ്ഥലത്ത് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായി. അതൊരു നല്ലൊരു എംപവർമെൻറ്റ് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്ന് പറയാം. കാരണം നമ്മളൊക്കെ പണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു യു കെയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ച് നമ്മൾ ഓരോ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പം നമ്മൾ ഓരോ ഡെലിഗേറ്റ്സിനെ കാണുന്നു, ആ സ്ഥാനത്ത് നമ്മളെത്തുന്നു. അത് തന്നെയല്ല, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിലും നമ്മളെ കണക്ട് ചെയ്യുന്ന ട്രസ്റ്റും കേരളമായിട്ട് കണക്ട് ചെയ്യുന്ന ഏജൻസ് പറഞ്ഞു, അതായത് അവിടെ അന്ന് വന്ന കാൻഡിഡേറ്റ്സിനൊക്കെ വളരെ സന്തോഷമായിരുന്നു. കാരണം അവരെ പോലെയുള്ള ഒരാൾ, അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യാനുള്ളത് കൊണ്ട് അവർ വളരെ റിലാക്സ്ഡ് ആയിരുന്നു എന്നൊക്കെ ഒരു ഫീഡ്ബാക്ക് അന്ന് കിട്ടി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഇവിടെ വന്ന് ഡിപ്ലോമ നേഴ്സായിരുന്നു. ഇവിടെ വന്ന് ഗ്രീനിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc ചെയ്തു. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ അതൊരു ഡിലേ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതാണ് എൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റോൾ ഓഫ് എ ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് നഴ്സ്. ആ റോൾ ഞാനൊരു 5 വർഷം എൻ്റെ ഹോസ്പിറ്റലിൽ ചെയ്തായിരുന്നു. ആ റോളിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് ടീം എന്നുള്ളത് UK സ്റ്റാർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഏകദേശം 2000 തോന്നുന്നു. They offer intensive care clinical skills to critically unwell patients outside the intensive care. അതായത് ക്രിട്ടിക്കൽ കെയർ നഴ്സസിൻ്റെ ICUവിലല്ലാതെ പുറത്ത് അതേ ഇൻറ്റൻസീവ് കെയർ ആയിട്ടുള്ള കെയർ കൊടുക്കുന്ന ഒരു സർവീസാണ് ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച്. നമ്മുടെ UK അത് ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് എന്ന് പറയും. US റാപ്പിഡ് റെസ്പോൺസ് ടീം, ഓസ്ട്രേലിയയിൽ മെഡിക്കൽ എമർജൻസി ടീം, അങ്ങനെയാണ് അതിനെ പറയുന്നത്. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ UK ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് ടീം ലെഡ് ബൈ നഴ്സസ്, whereas America and Australia led by clinicians, doctors, and supported by nurses. Whereas here നമ്മളാണ് നഴ്സസ് ആണ് അതിൻ്റെ ലീഡ്. അപ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ചിൽ ഒരു 5 വർഷം വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് അവസരം ഉണ്ടായി. അത് ഒരു വളരെ ശക്തമായ ഒരു റോളാണ്. നമുക്കൊത്തിരി റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു റോളാണ്. നമുക്കൊത്തിരി ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു റോളായിരുന്നു ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച്. മെയിൻ ആയിട്ടുള്ള ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ചിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൽസ് എടുക്കുക. അതായത് ഇപ്പം നിങ്ങൾ വാർഡിൽ നിന്നൊക്കെ പേഷ്യൻസിനെ ഒബ്സർവേഷൻ ചെയ്ത് കഴിയുമ്പം പണ്ടായിരുന്നെങ്കിൽ അത് പാർ സ്കോർ എന്ന് പറയും, പേഷ്യൻ്റ് അറ്റ് റിസ്ക് സ്കോർ. ഇപ്പോൾ അതിന് ന്യൂ സ്കോർ, നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ. ആ സ്കോർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പേഷ്യൻ്റ് ന്യൂ സ്കോർ ഹൈ ആകുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ചിനെയാണ് വിളിക്കുന്നത്. ആദ്യം നമ്മുടെയൊക്കെ ഹോസ്പിറ്റലിൽ ന്യൂ സ്കോർ 5 ആണെങ്കിൽ ആദ്യം വിളിക്കുന്നത് ഔട്ട്റീച്ച് നഴ്സസിനെ ആയിരിക്കും. അപ്പം നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ജോബ് ടേക്കിംഗ് റെഫറൽസ്. ആ റെഫറൽ എടുക്കുന്നത് നമ്മുടെ ട്രസ്റ്റിൽ SBAR സിസ്റ്റം, അതായത് സിറ്റുവേഷൻ, ബാക്ക്ഗ്രൗണ്ട്, അസസ്മെൻറ്റ് ആൻഡ് റെക്കമെൻഡേഷൻ, ഇത് വെച്ചാണ് നമ്മൾ ആ അസസ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം നഴ്സസ് വാർഡിൽ നിന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കുന്നത് എന്താണ് പ്രശ്നം, പേഷ്യൻ്റ് എന്തുകൊണ്ടാണ് വന്നത്, എന്താണ് നിങ്ങൾ വറീഡ് ആയിട്ടുള്ളത് പേഷ്യൻറ്റിനെ പറ്റി. അപ്പോൾ ഒബ്സർവേഷൻസ് ചോദിക്കുന്നു, വാട്ട് ഹാവ് യു ഡൺ ഫോർ ദ പേഷ്യൻറ്റ് ആൻഡ് വാട്ട് ഈസ് ദ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ച് നമ്മളൊരു ട്രിയാജ് നടത്തുന്നു. ട്രിയാജ് നടത്തിയ ശേഷം നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും, വാട്ട്സ് ഗോയിങ് ഓൺ വിത്ത് ദിസ് പേഷ്യൻറ്റ്, വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ടു ദിസ് പേഷ്യൻറ്റ്. അപ്പം നമ്മൾ നഴ്സസിനോട് പറയും, ഓക്കെ സോ ആൻഡ് സോ സ്റ്റേ ചെയ്യുക. ഇപ്പം ഓക്സിജൻ സാച്ചുറേഷൻ ഒക്കെ ഡൗൺ ആയിട്ട് വിളിക്കുന്നെങ്കിൽ കണക്ട് ഓക്സിജൻ ഓൺ സിറ്റ് അപ്പ് റൈറ്റ് പൊസിഷൻ, അല്ലെങ്കിൽ BP താഴെയാണെങ്കിൽ ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു ചെറിയ അഡ്വൈസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പറയും, ഓക്കെ കമൻസ് ഓൾ ദീസ് റെക്കമെൻഡേഷൻസ് ആൻഡ് വി വിൽ കം ആൻഡ് സീ യു. അപ്പം നമ്മളൊരു ഗിവൺ ടൈം ഫ്രെയിം കൊടുക്കണം. ഒരു ടൈം ഫ്രെയിം കൊടുക്കുമ്പോൾ ആ ടൈം ഫ്രെയിമിനകത്ത് നമ്മൾ ചെല്ലാനും നോക്കണം. അപ്പം നമുക്ക് നമ്മുടെ കേസ് ലോഡ്
എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ആ കേസ് ലോഡ് അനുസരിച്ച് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഏറ്റവും സിക്ക് ആയിട്ടുള്ള പേഷ്യൻസിനെ ആദ്യം കാണാൻ പോകുന്നു. അപ്പോൾ ഈ വാർഡിൽ നിന്ന് വിളിക്കുന്ന നഴ്സുമാരോട് പറയും, ഓക്കെ ആൽ ബി ദെയർ ഇൻ അബൌട്ട് 20 minutes, അല്ലെ എമർജൻസി ആണെങ്കിൽ സ്ട്രേറ്റ് അവേ. ഇപ്പം ചില നഴ്സസ് വിളിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ദാറ്റ്സ് ജസ്റ്റ് നോട്ട് എ ഹൈ ന്യൂസ് സ്കോർ, ദാറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്. അപ്പം നമ്മൾ പറയും ഓക്കെ പുട്ട് എ പെരിയറസ് കോൾ, ആൽ ബി ദെയർ സ്ട്രേറ്റ് അവേ. അങ്ങനെ അപ്പം നമ്മൾ ആ റെഫറൽ സിസ്റ്റമാണ് മെയിനായിട്ടും. അത് കഴിയുമ്പോൾ അടുത്തത് മാനേജിങ് ഡിറ്റീറിയറേറ്റിംഗ് പേഷ്യൻസ്. അപ്പം നമ്മൾ ഓക്കെ വാർഡിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പേഷ്യൻ്റ് വളരെ അൺവെല്ലാണ്. അപ്പം നമ്മളാൽ ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട് വാർഡിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും. അതെല്ലാം ചെയ്ത് കഴിഞ്ഞേച്ച് പേഷ്യൻ്റ് ബെറ്റർ ആകുന്നില്ല, അല്ലെങ്കിൽ വി ആർ സ്റ്റിൽ കൺസേൺഡ് അബൌട്ട് ദിസ് പേഷ്യൻ്റ്, വി കോൾ ദ ഡോക്ടർ ഓർ വി കോൾ കാർഡിയാക് അറസ്റ്റ് ടീം. സോ കാർഡിയാക് അറസ്റ്റ് ടീം വരുന്നു, അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നു. അപ്പം വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ക്രിട്ടിക്കൽ കെയർ ഈസ് മാനേജിങ് എ ഡിറ്റീറിയറേറ്റിംഗ് പേഷ്യൻറ്റ്. പിന്നെ പ്രൊവൈഡിങ് ക്രിട്ടിക്കൽ കെയർ എക്സ്പെർട്ടീസ്. അതായത് ഇപ്പം നമ്മൾ ചില പേഷ്യൻസിന് നമുക്ക് ICUവിൽ പോകാതെ വാർഡിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. ഇൻ്റർവെൻഷൻസ് ലൈക്ക് സച്ചസ് ഇൻ ITU, അങ്ങനെ വാർഡിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് നഴ്സസിൻ്റെ അണ്ടറിലായിരിക്കും ഉണ്ടാകുക. നമ്മൾ ആ പേഷ്യൻസിനെ നമ്മുടെ കേസ് ലോഡിലേക്ക് അലോക്കേറ്റ് ചെയ്യും. എന്നിട്ട് റെഗുലർ റിവ്യൂസ് നടത്തണം വാർഡിൽ ഈ പേഷ്യൻസിനെ. ഓഫ് കോഴ്സ് നമ്മളത് ITU ടീമിന് റെഫർ ചെയ്യണം. ഇങ്ങനെയുള്ള പേഷ്യൻസ്, ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, ഐ ആം ലുക്കിംഗ് ആഫ്റ്റർ ദിസ് പേഷ്യൻറ്റ്, വുഡ് യു മൈൻഡ് ടു ഗീവ് സം റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ ഔട്ട്റീച്ച് നഴ്സസ് എന്ന് പറഞ്ഞാൽ എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഇൻറ്റൻസീവ് കെയർ ആൻഡ് ദ വാർഡ്. അപ്പം നമ്മൾ നഴ്സസിനും ഡോക്ടേഴ്സിനും, വാർഡിലെ നഴ്സസിനെയും ഡോക്ടേഴ്സിനെയും വളരെയധികം സപ്പോർട്ട് ചെയ്യും ഇൻറ്റൻസീവ് കെയറായിട്ടുള്ള ബ്രിഡ്ജിങ്. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പേഷ്യൻസിനെ പ്രൊട്ടക്റ്റിംഗ് ഫ്രം ഫർദർ ഡിറ്റീറിയറേഷൻ, അല്ലെങ്കിൽ ഒത്തിരി ഡിറ്റീറിയേറ്റ് ആകുന്നതിന് മുമ്പേ നമ്മൾ ഏർലി എസ്കലേഷൻ. അപ്പം ഈ പേഷ്യൻ്റ് വാർഡിൽ നിന്നാൽ നമുക്കറിയാൻ പറ്റും, കുറച്ച് നേരം കൂടി വാർഡിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് അൺവെൽ ആകും, ഇത് ശരിയാകത്തില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ഏർലി ICUവിലേക്ക് റെഫർ ചെയ്ത് ആ പേഷ്യൻറ്റിനെ അങ്ങോട്ട് ICUവിലേക്ക് മാറ്റാനുള്ള ഒരു ബ്രിഡ്ജാണ് ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് നഴ്സസ്. പിന്നെ നമ്മൾ മറ്റൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വാർഡിലെ നഴ്സസിന് സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഒത്തിരി ജൂനിയർ സ്റ്റാഫ് കാണും, അല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് കാണും, ബാങ്ക് സ്റ്റാഫ് കാണും, ഏജൻസി സ്റ്റാഫ് കാണും. അപ്പോൾ അവർക്കൊന്നും പല കാര്യങ്ങളും നമ്മൾ പേഷ്യൻസിനെ നോക്കുമ്പോഴത്തേക്കും പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാകണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ദേ ഡോണ്ട് നോ ഹൗ ടു ലുക്ക് ആഫ്റ്റർ എ വെരി ക്രിട്ടിക്കലി അൺവെൽ പേഷ്യൻറ്റ്. അപ്പം നമ്മൾ എന്നാ ചെയ്യണം, നമ്മൾ അന്നേരത്തേക്കും അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കണം. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദെയർ ഡെപ്ത് ഓഫ് നോളജ്. അപ്പം അവരുടെ ആ ഒരു ഡെപ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഇന്ന ഗൈഡൻസ് കൊടുക്കുക, വളരെ സിമ്പിളായിട്ടുള്ള രീതി പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഫ്ലൂയിഡ് ബാലൻസ് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഒബ്സർവേഷൻ അവർലി കൊടുക്കണം. അവർലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒത്തിരിയധികം നമുക്ക് നഴ്സസിനെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇനിഷ്യേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, അതായത് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് തന്നെ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം ടൈപ്പ് 2 റെസ്പിറേറ്ററി ഫെയിലിയർ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് വരുന്നു. നമ്മൾ ചെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും പേഷ്യൻ്റ് വളരെ ഡ്രൗസി ആയിട്ടിരിക്കുന്നു, പേഷ്യൻ്റ് ഒബ്സർവേഷൻസ് ഒക്കെ അപ്സൈഡ് ഡൗൺ ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാൻ പോകുന്നത് ABG, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് എടുക്കുന്നു. എടുത്തു കഴിഞ്ഞേച്ച് നമ്മൾ അത് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും പേഷ്യൻ്റ് ഇൻ ടൈപ്പ് 2 റെസ്പിറേറ്ററി ഫെയിലിയർ. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ നമ്മളത് മെഡിക്കൽ രജിസ്ട്രാറിനെ അറിയിക്കണം. ദെൻ പേഷ്യൻ്റ് ഹാസ് ടു ഹാവ് എ ബെഡ് സൈഡ് ചെസ്റ്റ് എക്സ്റേ. ദെൻ യു സ്റ്റാർട്ട് non-invasive ventilation for this patient if the patient is acidotic and in type 2 respiratory failure. അതൊക്കെ ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് നഴ്സസിന് സ്വന്തം തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്ത ശേഷം ആഫ്റ്റർ ആൻ അവർ യു ഡു റിപ്പീറ്റ് ബ്ലഡ് ഗ്യാസ് ആൻഡ് സീ വെദർ ദ പേഷ്യൻ്റ് ഈസ് ഇംപ്രൂവിങ് ഓർ നോട്ട്. ആ സമയം കൊണ്ടൊക്കെ ആയിരിക്കും സാധാരണ ഡോക്ടേഴ്സ് വന്ന് പേഷ്യൻറ്റിനെ റിവ്യൂ ചെയ്യുന്നത്. സോ സംടൈംസ് നമ്മൾ നോൺ ഇൻവേസീവ് വെന്റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത ശേഷം നമ്മൾ ഡോക്ടേഴ്സിനെ വിളിച്ച് പറയുമ്പോൾ ഓക്കെ ഐ വിൽ കം ആൻഡ് റിവ്യൂ ദ പേഷ്യൻ്റ് ആഫ്റ്റർ ആൻ അവർ. സോ കണ്ടിന്യൂ ദ മാനേജ്മെൻറ്റ്. അവർ നമ്മളോട് ചോദിക്കും പേഷ്യൻ്റ് ഒബ്സർവേഷൻസ് എന്താണ്, പേഷ്യൻറ്റിനെ എങ്ങനെയാണ് ടോളറേറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ. അപ്പം നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യേണ്ടി വരും.
പിന്നെ വേറൊരു സ്പെഷ്യലായിട്ടുള്ള ഔട്ട്റീച്ച് നഴ്സസിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എയർവേ സപ്പോർട്ട്, അതായത് ട്രക്കിയോസ്റ്റമി, ലാരിഞ്ചക്ടമി അങ്ങനെയുള്ള പേഷ്യൻസ് നമുക്ക് ഹോസ്പിറ്റലിൽ വരുമ്പം ഡെഫിനറ്റ്ലി അത് ഔട്ട്റീച്ച് നഴ്സസിൻ്റെ അണ്ടറിൽ ആയിരിക്കണം. അതായത് നമ്മളിപ്പോൾ ആ പേഷ്യൻറ്റിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യണമെന്നില്ല, ബട്ട് യു നീഡ് ടു ഗീവ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ടു ദ നഴ്സസ് ഹൂ ലുക്സ് ആഫ്റ്റർ ദം. അപ്പം അവിടെ പോയിട്ട് ട്രക്കി കെയർ ബണ്ടിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രക്കിയോസ്റ്റമി കെയറിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒബ്സർവേഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ കറക്റ്റാണോ, അവർ ചെയ്യുന്നത് കറക്റ്റാണോ, ഇനി അല്ലെങ്കിൽ അവർക്കുള്ള ഗൈഡൻസ് കൊടുക്കുക, സക്ഷനിങ്ങിനുള്ള ഗൈഡൻസ് കൊടുക്കുക, ബെഡ് സൈഡ് ടീച്ചിങ് കൊടുക്കുക, ഇതൊക്കെ നമുക്ക് അവിടെ ചെയ്യാവുന്നതാണ്. പിന്നെ എസ്കലേറ്റ് ടൈംലി ടു ICU. അപ്പോൾ നമ്മളൊരു പേഷ്യൻറ്റിനെ കണ്ടു, ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ചിൻ്റെ അണ്ടറിലാണ് ഈ പേഷ്യൻറ്റ് കുറച്ച് നാളായിട്ട്, അതായത് ഒരു 1 or 2 days the patient is under critical care outreach, and you can see that the patient is not making any progress, and then you start to tend to worry about this patient, and then you will think, okay, ഞാൻ ഈ പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു, ഇനി എന്ത് നെക്സ്റ്റ്? അപ്പം ഇൻറ്റൻസീവ് കെയറിലേക്ക് ആ പേഷ്യൻറ്റിന് പോകേണ്ട ആവശ്യമില്ലായിരിക്കാം, ബട്ട് സംടൈംസ് വെൻ ദ ഇൻറ്റൻസിവിസ്റ്റ് കംസ് ദേ ക്യാൻ ഗീവ് യു എ ഫർദർ അഡ്വൈസ് വിച്ച് ക്യാൻ ഹെൽപ്പ് ദാറ്റ് പേഷ്യൻറ്റ് ടു അവോയ്ഡ് ആൻ അഡ്മിഷൻ ടു ITU. അപ്പം നമ്മൾ ITU ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യുന്നു, പേഷ്യൻറ്റിനെ റിവ്യൂ ചെയ്യുന്നു. അപ്പോൾ എസ്കലേറ്റ് ടൈംലി മാനറിൽ, അതായത് പേഷ്യൻറ്റ് ഫർദർ ഡിറ്റീരിയറേറ്റ് ചെയ്യാതെ നമ്മൾ ആ ടൈം ഫ്രെയിമിൽ റെഫറൽസ്, അതായത് ഏത് സ്പെഷ്യാലിറ്റി ആണോ അങ്ങോട്ടുള്ള റെഫറൽസ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യണം. അത് വൺ ഓഫ് ദ കീ റെസ്പോൺസിബിലിറ്റി ഓഫ് എ സീകോട്ട് നഴ്സ്. പിന്നെ വേറൊരു റെസ്പോൺസിബിലിറ്റി ITU സ്റ്റെപ്പ് ഡൗൺസ്. അപ്പം ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്ന് പേഷ്യൻ്റ് വാർഡിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻറ്റൻസീവ് കെയർ ചെയ്യുന്നത് ഇൻഫോംസ് ഔട്ട്റീച്ച് നഴ്സസ്. സോ ആൻഡ് സോ പേഷ്യൻ്റ് ഈസ് കമ്മിങ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളോട് റെഫറൽ തരും. ICU എന്നുള്ള റെഫറൽ വരും, ഇന്ന വാർഡിലേക്കാണ് പേഷ്യൻ്റ് പോകുന്നത്. അപ്പം നമ്മൾ ഈ സെയിം SBAR ICUലേക്കും ചോദിക്കും, വാട്ട് ഈസ് ദ പേഷ്യൻ്റ് ന്യൂ സ്കോറിങ്, വാട്ട് ഈസ് ദ പേഷ്യൻ്റ് ഡൂയിങ്, ഹൗ ഈസ് ദ പേഷ്യൻ്റ്, ആർ ദേ ഓക്കെ ടു ഗോ ഇൻ ദ വാർഡ്, ദെൻ യു വിൽ മേക്ക് എ ജഡ്ജ്മെൻറ്റ്. Sometimes ITUs നമ്മളോട് പറയും പേഷ്യൻ്റ് വാർഡബിൾ ആണ്, ബട്ട് when you read the observations of this patient, you can never say this patient cannot survive on a ward. അപ്പം നമ്മൾ പറയും, ഓക്കെ, ഈ പേഷ്യൻറ്റിനെ വാർഡിലോട്ട് കൊണ്ടുവരാൻ ഞാൻ ഹാപ്പിയല്ല, ലെറ്റ് മീ സ്പീക്ക് ടു ദ ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറോട് സംസാരിച്ചിട്ട് ചിലപ്പം സംടൈംസ് യു ക്യാൻ സ്റ്റോപ്പ് ദിസ് പേഷ്യൻറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ITU. ഒത്തിരി പ്രാവശ്യം പേഷ്യൻ്റ് ഇൻറ്റൻസീവ് കെയറിൽ നിന്ന് ഏർലി ആയിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് റീഅഡ്മിഷൻ ICUലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് നോട്ട് എ ഗുഡ് പേഷ്യൻ്റ് ജേർണി. അപ്പം നമ്മളവിടെ പേഷ്യൻ്റെ അഡ്വക്കേറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ കറക്റ്റ് ട്രയാജിങ് നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ സംടൈംസ് മിസ്റ്റേക്സ് ക്യാൻ ഹാപ്പൻ. അപ്പോൾ ITU സ്റ്റെപ്പ് ഡൗൺസിന് നമ്മൾ പേഷ്യൻറ്റിനെ ഒരു 1 to 2 days നമ്മുടെ ലിസ്റ്റിലുണ്ടാവും. റെഗുലർ റിവ്യൂസ് നമ്മൾ ചെയ്യണം, പേഷ്യൻറ്റ് ഓക്കെ ആണോ, സ്റ്റേബിൾ ആണോ. സോ ആഫ്റ്റർ 2 days, if the patient is stable enough, then you will give your recommendation, and then you will discharge the patient from the outreach list. പിന്നെ വേറൊരു കീ റെസ്പോൺസിബിലിറ്റി ഉള്ളത് ടീച്ചിങ് എപ്പോഴും ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് ടീമിനുള്ള അത് വൺ ഓഫ് ദ കീ ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് 3 ഒബ്ജക്റ്റീവ്സ് ഫോർ എ ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് നഴ്സസ് UK ഉള്ളതെന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ICU അഡ്മിഷൻസ്. അതായത് ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് നഴ്സസിൻ്റെ ഇൻ്റർവെൻഷൻ കൊണ്ട് സോ മെനി പേഷ്യൻസ് ഹാവ് റെഡ്യൂസ് ദർ ICU അഡ്മിഷൻസ്. ദെൻ എക്സ്പെഡിറ്റഡ് ഡിസ്ചാർജസ് ഫ്രം ITU, അതായത് ICU ഡിസ്ചാർജ് വരുന്ന പേഷ്യൻസിനെ നല്ല ക്ലിനിക്കൽ പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ റിവ്യൂ ചെയ്യുന്നു, പേഷ്യൻറ്റിന് ഒരു ഗുഡ് ജേർണി ICU നിന്ന് വാർഡിലേക്കുള്ള ട്രാൻസിഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അതൊരു ഒബ്ജക്റ്റീവ്. ആൻഡ് ദ തേർഡ് ഒബ്ജക്റ്റീവ് ഈസ് എഡ്യൂക്കേഷൻ. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഔട്ട്റീച്ച് നഴ്സസ് ആർ ടീച്ചിങ്. നമ്മൾ ഇൻഡക്ഷൻ, ഡോക്ടേഴ്സിൻ്റെ ഇൻഡക്ഷൻ, നഴ്സസിൻ്റെ ഇൻഡക്ഷൻ, അല്ലെങ്കിൽ വാർഡിൻ്റെ എവേ ഡേയ്സിന് ടീച്ചിങ്, അല്ലെങ്കിൽ തന്നെ നമുക്ക് അലൊക്കേഷൻസ് ഉണ്ട്. ഫൈനൽ ഇയർ സ്റ്റുഡൻസ് നമ്മുടെ കൂടെ 3 days ഇത് ഷാഡോയിങ് ചെയ്യാനായിട്ട് വരുമ്പോൾ അവർക്കുള്ള ടീച്ചിങ്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇപ്പം ഒരു ഡിറ്റീരിയറേറ്റിംഗ് പേഷ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ പേഷ്യൻറ്റിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്ന നേഴ്സിന് കൊടുക്കുന്ന ഒരു ടീച്ചിങ്. അപ്പം ഔട്ട്റീച്ച് ഈസ് ഓൾവേസ് ടീച്ചിങ്. ദെൻ സിസ്റ്റമാറ്റിക് അപ്രോച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പേഷ്യൻറ്റിനെ അസസ് ചെയ്യുമ്പോൾ
നമ്മളെപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് നടത്തുന്നത്. ABCDE അപ്രോച്ചാണ്. എയർ വേ, ബ്രീതിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി ആൻഡ് എക്സ്പോഷർ. ആ ഒരു രീതിയിലാണ് എപ്പോഴും നമ്മുടെ ഒബ്സർവേഷൻസ് ആ പേഷ്യൻറ്റിനെ അസസ്മെൻറ്റ് നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനുള്ള ഇൻ്റർവെൻഷൻസ് നടത്തുന്നു. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാർണിംഗ് സൈൻസ് ഓഫ് ഡിറ്റീറിയേഷൻ. അതായത് ഇപ്പം ചില പേഷ്യൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ന്യൂസ് സ്കോർ ഒന്നും ഒട്ടും ഹൈ ആയിരിക്കുകയില്ല. ബട്ട് ദാറ്റ് പേഷ്യൻറ്റ് ക്യാൻ ബി എ വെരി സിക്ക് പേഷ്യൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ആയിട്ടുള്ളൊരു പേഷ്യൻറ്റ്, ന്യൂസ് സ്കോർ ഫൈൻ ആയിരിക്കും ആ പേഷ്യൻറ്റിന്, പക്ഷേ യൂറിൻ ഔട്ട്പുട്ട് ഒട്ടും ഉണ്ടാകുകയില്ല. ആ പേഷ്യൻറ്റിന് ഫിൽട്രേഷൻ ചെയ്യേണ്ടി വരും. സോ ന്യൂസ് സ്കോർ ഈസ് ജസ്റ്റ് ന്യൂസ് സ്കോർ ഹൈ ആകുന്നതുകൊണ്ട് മാത്രം ഒരു പേഷ്യൻറ്റ് ഡിറ്റീരിയറേറ്റ് ആകുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ദർ ആർ അതർ ഫാക്ടേഴ്സ് ഓൾസോ. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആസ് എ ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് നഴ്സ്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ സൈൻസ് ഓഫ് ഡിറ്റീരിയേറ്റിംഗ് പേഷ്യൻറ്റ്. പിന്നെ വേറൊരെണ്ണം ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് പറയാനുള്ളത് ചാലഞ്ചിങ് പുവർ പ്രാക്ടീസ്. സോ നമ്മൾ വാർഡിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇൻഫെക്ഷൻ കൺട്രോൾ ഇല്ലാതെയും അല്ലെങ്കിൽ പുവർ പ്രാക്ടീസ്, അതായത് ഇപ്പം നമ്മളൊരു സ്റ്റാറ്റ് മെഡിക്കേഷൻ കൊടുക്കാൻ പറയുന്നു, ഓക്കെ ഐ ആം ബിസി അറ്റ് ദ മൊമെൻറ്റ്, ഐ ആം ഗോണ ഗീവ് ഇറ്റ് ലേറ്റർ എന്നൊക്കെ പറയുമ്പം ഹൂ ഈസ് യുവർ ക്രിട്ടിക്കലി അൺവെൽ പേഷ്യൻറ്റ് ആൻഡ് ഹൂ നീഡ്സ് മോർ കെയർ റൈറ്റ് നൗ. അപ്പം നമുക്ക് ഒത്തിരി ചാലഞ്ചിങ് ആണ്, നമുക്ക് തന്നെ തോന്നും ചാലഞ്ചിങ് ആണ്, പക്ഷെ നമ്മൾ ചാലഞ്ച് ചെയ്യണം. പുവർ പ്രാക്ടീസ് കാണുമ്പോൾ എപ്പോഴും ചാലഞ്ച് ചെയ്യണം. പിന്നെ ഇൻസ്റ്റിഗേറ്റ് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ്. ഓരോ പേഷ്യൻറ്റിനെ ബേസ് ചെയ്ത്, പേഷ്യൻ്റ് ഡിറ്റീറിയേഷൻ ബേസ് ചെയ്ത് വേണം പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ. ഇതൊക്കെ ഒരു ഔട്ട്റീച്ച് നഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. പിന്നെ നമ്മളിപ്പം ഒരു പേഷ്യൻറ്റിനെ കണ്ടു, ട്രീറ്റ്മെൻറ്റ് എല്ലാം ഇനിഷ്യേറ്റ് ചെയ്തു, അപ്പോൾ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തു, ഓക്കെ ഡു hourly observation for this patient, hourly urine output, do BMs, അല്ലെങ്കിൽ മോണിറ്റർ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം നമ്മളങ്ങ് പോയാൽ പോരാ. പോയി കഴിഞ്ഞിട്ട് സോ യു നീഡ് ടു മോണിറ്റർ വെദർ ദീസ് പേഷ്യൻസ് ആർ ഗെറ്റിംഗ് ദ അപ്രോപ്രിയേറ്റ് കെയർ. ആർ ദേ നമ്മൾ പറഞ്ഞ ആ റെക്കമെൻഡേഷൻ ആർ ദേ ഫോളോവിങ്, ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യണം. പിന്നെ പിന്നെ ഔട്ട്റീച്ച് നഴ്സസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാം അണ്ടർ പ്രഷർ. അപ്പം നമുക്ക് ഒത്തിരി പ്രഷറൈസ്ഡ് ആയിട്ടുള്ള എൻവയൺമെൻറ്റിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മുടെ പേഷ്യൻറ്റ് ഡിറ്റീരിയേറ്റ് ചെയ്യുന്നു. സംടൈംസ് യു ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ടു യുവർ പേഷ്യൻറ്റ്, ഓർ യു ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. അപ്പം നമ്മൾ കാമായിരിക്കണം. നമ്മുടെ ഉള്ളിൽ പ്രഷർ ഉണ്ടെങ്കിലും അത് കാണിക്കാതെ, മറ്റുള്ളവരെ കാണിക്കാതെ നമ്മൾ കാമായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആ പേഷ്യൻ്റെ കേസ് ഡീൽ ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. പിന്നെ ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് നഴ്സസ് ചെയ്യേണ്ട വേറൊരു കാര്യം കോൺസ്റ്റൻറ്റ് ലേണിംഗ്. എവറി ഡേ nursing is changing, so you have to be up to date with your practice, your knowledge and skills and everything. One of the key important role is attending cardiac arrest. Every single cardiac arrest and peri-arrest call has to be attended by a critical care outreach nurse. അത് നമുക്ക് ALS അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ഏത് കാർഡിയാക് അറസ്റ്റ് സിറ്റുവേഷൻ, ഞാനൊക്കെ ആദ്യം ഓർക്കുന്നുണ്ട്, ബാൻ 5 ഒക്കെ ആയിരുന്ന സമയത്ത്, അല്ലെ ബാൻ 6 ഒക്കെ ആയിരുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് ഡിറ്റീരിയേറ്റ് ചെയ്തു, കാർഡിയാക് അറസ്റ്റ് ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പേടിയാ, അയ്യോ എന്താ സംഭവിക്കാൻ പോകുന്നത്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പം ആ ഒരു ലെവലിൽ നിന്നും ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് നേഴ്സ് ആയി കഴിയുമ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് വന്നിട്ട് ഓക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, മാനേജ് ചെയ്യുന്നു. സം കേസസ് വെൻ ദർ ഇസ് എ 2 cardiac arrest going on, അല്ലെങ്കിൽ 2 or 3 cardiac arrests going on in the same time, then you won't have medical registrars or doctors in charge for all of them. So sometimes you have to be there to lead the cardiac arrest until you get some help. അപ്പം എനിക്കങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരു കാർഡിയാക് അറസ്റ്റ് ഒരു വാർഡിൽ നടക്കുന്നു. വിതിൻ 5-10 minutes another cardiac arrest in another place. So medical registrar this is at night time, so he has to stay with that first patient while I had to go and manage the other patient with the clinical site manager. അപ്പം നമുക്ക് അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മൾ കാമായിരിക്കണം, ബിക്കോസ് വി ആർ ഓൺ ഇമ്മൻസ് പ്രഷർ. പിന്നെ ലുക്കിംഗ് ഫോർ ന്യൂ വേസ് ഓഫ് വർക്കിംഗ്. വേറൊരു ഇമ്പോർട്ടൻറ്റ് മെയിൻ ആയിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഫോർ എ സീകോട്ട് നഴ്സ് ഈസ് ഹെൽപ്പിംഗ് പേഷ്യൻസ് ഡൈ ഇൻ ഡിഗ്നിറ്റി ആൻഡ് പീസ്.
ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേഴ്സസിൻ്റെ അഡ്വക്കേറ്റാണ്, ഓൾസോ പേഷ്യൻസ് അഡ്വക്കേറ്റ് ഓൾസോ. സംടൈംസ് patients, like elderly patients, doctors will give unnecessary treatment, and with your knowledge and experience that this is not going to go anywhere. So നമ്മളായിരിക്കും മിക്കവാറും ഡോക്ടേഴ്സിനോട് ചോദിക്കുന്നത്, is this really beneficial, or can this patient stop suffering, can we make this patient comfortable? അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് കഴിയുമ്പോഴത്തേക്കുമായിരിക്കും ചിലപ്പം അവരത് ചിന്തിക്കുകയില്ല. അവർ ട്രീറ്റ്മെൻറ്റ് ഫർദർ പ്രൊസീഡ് ചെയ്ത് പേഷ്യൻ്റെ പെയിൻ പ്രൊലോങ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ പേഷ്യൻ്റ് അഡ്വക്കേറ്റ് ആയിട്ട് നിന്നിട്ട് ആ പേഷ്യൻ്റെ ഫാമിലിയോട് സംസാരിക്കുക, എന്താണ് പേഷ്യൻ്റെ വിഷ്, അല്ലെങ്കിൽ ഫാമിലി എന്താണ് ആഗ്രഹിക്കുന്നത്. സോ നമ്മൾ ഇത്രയെല്ലാം ചെയ്തു, ഇനി ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഫാമിലി തന്നെ നമ്മളോട് പറയും, വി ഡോണ്ട് വാണ്ട് അവർ റിലേറ്റീവ്സ് ടു സഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പേഷ്യൻ്റെ അഡ്വക്കേറ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ അതിന് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അതൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് എ ക്രിട്ടിക്കൽ കെയർ നഴ്സ്. ഡോക്യുമെൻറ്റേഷന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം, വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം, റിപ്പോർട്ട്സ് ആൻഡ് റെക്കോർഡ്സ് എല്ലാം ചെയ്യണം. അപ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് എ വെരി കീ ഇൻ ടു ദിസ് റോൾ. ഏകദേശം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് നഴ്സിനെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് റോൾ ഓഫ് എ ക്ലിനിക്കൽ സൈറ്റ് മാനേജർ. അപ്പം ഈ റോളിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, ലൂഷം ആൻഡ് ഗ്രീനിച്ച് ട്രസ്റ്റിലെ ക്വീൻ എലിസബത്ത് ഹോസ്പിറ്റലിൽ. മെയിനായിട്ടുള്ള സൈറ്റ് മാനേജർ റെസ്പോൺസിബിൾ. ഞങ്ങളുടെ സൈറ്റ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ബാൻഡ് 5 ആയിട്ടുള്ള ബെഡ് മാനേജേഴ്സ് ഉണ്ടാവും, ബാൻഡ് 7 ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് നഴ്സസ് ആൻഡ് ബാൻഡ് 7 ക്ലിനിക്കൽ സൈറ്റ് മാനേജേഴ്സ്. ഒരു 2014 ഔട്ട്റീച്ച് നഴ്സസ് സൈറ്റ് മാനേജ്മെൻറ്റിൻ്റെ കൂടെ മെർജ് ആയത്. അൺടിൽ ദെൻ ദേ വർ അണ്ടർ ദ വിങ്സ് ഓഫ് ഇൻറ്റൻസീവ് കെയർ. അപ്പം എല്ലാ ട്രസ്റ്റിലും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ട്രസ്റ്റിൽ 2014 തൊട്ട് ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് നഴ്സസ് ആർ അണ്ടർ ദ വിങ് ഓഫ് സൈറ്റ് മാനേജ്മെൻറ്റ് അണ്ടർ കോർപ്പറേറ്റ്. പിന്നെ അപ്പോൾ ഒരു 14 ബാൻഡ് 7 സൈറ്റ് മാനേജേഴ്സും ബാൻഡ് 7 ഔട്ട്റീച്ച് നഴ്സസും, പിന്നെ ഒരു 6 ബാൻഡ് 8 സീനിയർ സൈറ്റ് മാനേജേഴ്സ്, ദെൻ വി ഹാവ് എ മേട്രൺ, ദെൻ വി ഹാവ് എ ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ സീനിയർ സൈറ്റ് മാനേജറിൻ്റെ റോള് എന്താണെന്ന് പറഞ്ഞാൽ, മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഫ്ലോ ആണ്. അതായത് നമ്മൾ A&Eന്ന് പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുന്ന പേഷ്യൻറ്റിനെ അപ്രോപ്രിയേറ്റ് പ്ലേസിലേക്ക് പ്ലേസ്മെൻറ്റ് ചെയ്യുക. അതാണ് മെയിനായിട്ടുള്ള സീനിയർ സൈറ്റ് മാനേജറുടെ റോള്. ഒത്തിരി റോൾസ് ഉണ്ട്, അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പേഷ്യൻ്റ് ഫ്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ED ടാർഗറ്റ്സ്, ആക്സിഡൻ്റ് ആൻഡ് എമർജൻസിയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും 4 hour ടാർഗറ്റ്സ്, 12 hour ടാർഗറ്റ്സ്, നാഷണൽ ടാർഗറ്റ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതും പ്രത്യേകിച്ച് അഡ്മിഷൻസ് യൂണിറ്റിലും A&Eയിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകം അറിയാം 4 hour ടാർഗറ്റ്സിനെ പറ്റി. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ പുഷ് ചെയ്യാറുണ്ട്, ബെഡ് കിട്ടാൻ വേണ്ടിയിട്ടും. അപ്പം പറയും, ഇതെന്നാ ഏത് നേരം ഇങ്ങനെ. ആ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം അവിടുത്തെ പ്രഷർ. അപ്പം 4 hour ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇനീസിയേഷനാണ്. അതായത് ഒരു പേഷ്യൻറ്റ് A&Eയിൽ എത്തിക്കഴിഞ്ഞാൽ വിതിൻ 4 hours you have to see the patient, treat the patient and make a decision whether they are going to be discharged or whether they are going to be admitted. So that has to be done within the first 4 hours. That is the 4 hour target. സോ നാഷണലി നമുക്ക് പറഞ്ഞിരിക്കുന്നത് 95% അച്ചീവ്മെൻറ്റ് ഉണ്ടായിരിക്കണം 4 hour ടാർഗറ്റ്. നമ്മുടെയൊക്കെ ഹോസ്പിറ്റലിൽ അത്രയൊന്നും ഉണ്ടാകാറില്ല. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 88% ഒക്കെയാണ് ഒരു ശരാശരി നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആൻഡ് ടാർഗറ്റൊക്കെ നല്ലതാണ്, ബട്ട് ഇറ്റ് cannot be achieved all the time because they are patients, ലൈഫ് പേഷ്യൻസ്. അപ്പം അവരുടെ കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് പേഷ്യൻറ്റിനെ ആ കറക്റ്റ് സമയത്ത്, അല്ലെങ്കിൽ അതിനൊത്തിരി ഫാക്ടേഴ്സും കൂടെ ഉണ്ടാവും. അതായത് റേഡിയോളജി, ഇമേജിങ്, അങ്ങനത്തെ ഉള്ള ഫാക്ടേഴ്സ് എല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് എല്ലാം കൂടെ ആ വിതിൻ 4 hours നമുക്ക് എപ്പോഴും അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടാകുകയല്ല. എന്നാലും ഗവൺമെൻറ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 4 hours. വിതിൻ 4 hours ദ പേഷ്യൻറ്റ് ഹാസ് ടു ഹാവ് എ ഡിസിഷൻ. 12 hours എന്ന് പറഞ്ഞാൽ 12 hour ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു പേഷ്യൻറ്റ് അഡ്മിറ്റ് ആകാൻ തീരുമാനിച്ചു, ഒരു ഫിസിഷ്യൻ കണ്ടു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കണ്ടിട്ട്
ആ പേഷ്യൻ്റ് അഡ്മിറ്റ് ആകണം എന്ന് തീരുമാനിച്ച് വിതിൻ 12 hours the patient has to have a bed on a ward. Otherwise there's a lot of fine. അപ്പോൾ വൺ ഓഫ് ദ മെയിൻ ഫിയർ ഓഫ് എ സൈറ്റ് മാനേജർ ഈസ് എ 12-hour breach. അത് ഇപ്പം സൈറ്റ് മാനേജേഴ്സ് ആയിട്ടിരിക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ ആ റോളിനെ പറ്റി അറിയാവുന്നവർക്കറിയാം, അതൊരു വലിയൊരു ഭീഷണിയാണെന്ന് പറയാം. അപ്പോൾ ആ രണ്ട് മെയിൻ ടാർഗറ്റ്സ് ആണ് ANEയിലുള്ളത്, 4-hour ടാർഗറ്റ്സും 12-hour ടാർഗറ്റ്സും. ഇതിന് രണ്ടിനും ഇതിൻ്റെ ഫൈനാൻഷ്യലായിട്ടുള്ള ഇതുമുണ്ട്. അത് നമ്മൾ നഴ്സുമാർക്ക് അതിനകത്ത് കൂടുതൽ ഫൈനാൻഷ്യലായിട്ട് നോക്കേണ്ട ഇത് വരുന്നില്ല. പിന്നെ ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞ പോലെ 95% ഓഫ് ദി പേഷ്യൻസ് ഹാസ് ടു ഹാവ് എ ഡിസിഷൻ വിതിൻ ദ 4 hours. പിന്നെ രണ്ടാമത് നമ്മൾ റിപ്പോർട്ട്സ് ആൻഡ് റെക്കോർഡ്സ്, അതായത് CMS എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ലണ്ടനിൽ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കപ്പാസിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ കപ്പാസിറ്റി. അപ്പം നമ്മൾ കാഷ്വാലിറ്റിയിൽ നമ്മുടെ റീസസിൽ എന്തേലും സ്പേസ് ഉണ്ട്, ഇൻറ്റൻസീവ് കെയറിൽ എന്തേലും സ്പേസ് ഉണ്ട്, നമുക്ക് എന്തേലും ബെഡുണ്ട്, പീഡിയാട്രിക്സിൽ എത്ര ബെഡുണ്ട്, ഇതെല്ലാം CCUവിൽ എത്ര ബെഡ്സ് ഉണ്ട്, ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഈ മെയിനായിട്ട്, അതായത് എമർജൻസി ബെഡ് സർവീസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവർ നോക്കുമ്പോൾ അവർക്കറിയാം വിച്ച് ഹോസ്പിറ്റൽ ഈസ് സ്ട്രഗ്ലിംഗ് ആൻഡ് വിച്ച് ഹോസ്പിറ്റൽ ഹാസ് കപ്പാസിറ്റി. അതിന് വേണ്ടിയിട്ട് ലണ്ടനിലൊരു, എനിക്ക് തോന്നുന്നു ലണ്ടനിലാണെന്ന് തോന്നുന്നു ഈ കപ്പാസിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉള്ളത്. പിന്നെ വേറൊരു, അതായത് സൈറ്റ് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ സ്കിൽസ് ആൻഡ് നോളജ് എക്സ്പെർട്ടീസ്. അതായത് നമ്മളാണ് ഫസ്റ്റ് പോർട്ട് ഓഫ് കോൾ ഫോർ എനിത്തിങ് ആൻഡ് എവറിത്തിങ്. ഈ സൈറ്റ് മാനേജ്മെൻറ്റ് പറയുന്നത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. യു നീഡ് ടു ഗോ ഇൻ ടു ദ റോൾ, then you will learn every day. It's a different learning every day. അങ്ങനെ പയ്യെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ആർക്ക് വേണേലും എന്ത് വേണേലും ചോദിക്കാനുള്ള ഒരു പോസ്റ്റാണ് ഈ സൈറ്റ് മാനേജർ. അതായത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ബ്ലീപ്പ് ദ സൈറ്റ് മാനേജർ. അപ്പം നമ്മൾ അതിന് ആൻസറബിൾ ആയിരിക്കണം. അപ്പോൾ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ആൻസർ കൊടുക്കുക. ഇല്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് ഹാവ് ആൻ ആൻസർ യു വിൽ ടെൽ ദം ദാറ്റ് യു വിൽ ഗെറ്റ് ബാക്ക് ടു ദം. എന്നിട്ട് നമ്മളത് കണ്ടുപിടിച്ചിട്ട് അവർക്കുള്ള ആൻസർ കൊടുക്കുക. പിന്നെ കാർഡിയാക് അറസ്റ്റ് ആൻഡ് എമർജൻസീസിലെ ഫസ്റ്റ് റെസ്പോണ്ടറാണ് സീനിയർ സൈറ്റ് മാനേജർ. എവറി കാർഡിയാക് അറസ്റ്റിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിട്ടിക്കൽ കെയർ ഔട്ട്റീച്ച് നഴ്സസ് ത്രൂ ഔട്ട് ദ കാർഡിയാക് അറസ്റ്റ് ദേ ഹാവ് ടു ബി ദർ, whereas the senior site manager goes and responds to the first part of the cardiac arrest, and you make sure that everything is going in the right direction. Medical team ഉണ്ട്, nurses team ഉണ്ട്, outreach ഉണ്ട്, എല്ലാവരും ഉണ്ട്, the patient is stabilized, then you can back off and you can go back to your role, because you are the port of call for the whole hospital. അതായത് സീനിയർ സൈറ്റ് മാനേജർ എന്ന് പറയുന്നത് ആ റോള് നമ്മുടെ ഹോസ്പിറ്റലിലെ ഔട്ട് ഓഫ് അവേഴ്സിലെ ആ ഹോസ്പിറ്റലിൻ്റെ ഫുൾ ഇൻചാർജ്. അപ്പം നമ്മൾ അവിടെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ there are other things that are waiting for you. So you need to concentrate on your role, but you need to make sure that the deteriorating patient has been seen to and has been taken care of. Once you make sure, you move on and go back to your role. അത് one of the important key factors of a senior site manager, making sure that the cardiac arrest and emergencies are seen as a first responder, seen and dealt with. പിന്നെ വേറൊരു കീ ക്വാളിറ്റി ഓഫ് എ സീനിയർ സൈറ്റ് മാനേജർ എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. കോൺഫ്ലിക്ട്സ് നമുക്ക് എപ്പോഴും എല്ലായിടത്തും ഉണ്ടാകാം. വാർഡിലുണ്ടാകാം, ഏനിയിലുണ്ടാകാം, ബിറ്റ്വീൻ സ്റ്റാഫ് ഉണ്ടാകാം, പേഷ്യൻറ്റും സ്റ്റാഫും തമ്മിലുണ്ടാകാം, റിലേറ്റീവ്സ് തമ്മിലുണ്ടാകാം. അപ്പം അതിനെല്ലാം നമ്മൾ ആൻസർ ചെയ്യാൻ പോകണം. അപ്പം ഇൻ അവേഴ്സിലാണെങ്കിൽ നമുക്ക് വാർഡ് മാനേജേഴ്സ് ഉണ്ട്, മേട്രൺസ് ഉണ്ട്, ഒത്തിരി അതർ ഫാക്കൽറ്റീസ് ഉണ്ട്. ബട്ട് out of hours, say from 5 o'clock to about 7 o'clock in the morning, site managers are the one who is being called for everything. So you need to have a good conflict resolution skill. വേറൊരു key responsibility of a site manager is when you come for a shift, like say 7 o'clock or 8 o'clock, whichever time you start, you need to make sure the staffing level is safe. So during the daytime is fine, managers and matrons are there, but out of hours is your responsibility. So ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ
കരിയറിൽ ഒരു ദിവസം ഒരു വീക്കെൻഡ് ആയിരുന്നു എന്ന് തോന്നുന്നു, വീക്കെൻഡാണ്, സാറ്റർഡേ. സോ ഐ കെയിം ടു വർക്ക് ആൻഡ് ഐ കെൻ സീ ദാറ്റ് വൺ ഓഫ് ദ വാർഡ് ഹാസ് ഓൺലി വൺ നഴ്സ്, വേറാസ് ദേ ആർ സപ്പോസ് ടു ബി 4 nurses. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യും, നമ്മൾ ഓവറോൾ സ്റ്റാഫിങ് വാർഡുകളിലെല്ലാം നോക്കിക്കഴിഞ്ഞ ശേഷം നമുക്ക് തോന്നും, ഓക്കെ, ഇഫ് ഐ ടേക്ക് എ സ്റ്റാഫ് ഫ്രം ദിസ് പ്ലേസ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ടു ഡേഞ്ചറസ് ആൻഡ് ദേ വിൽ ബി ഓക്കെ ടു മാനേജ്. ആ വാർഡിലെ സ്റ്റാഫിന് അത് ഇഷ്ടപ്പെടത്തില്ല, ബട്ട് യു ആസ് എ സൈറ്റ് മാനേജർ യു ഹാവ് എ ഓവറോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ hospital. So you can't leave a ward with one nurse. So you will be taking a nurse from whichever ward you feel is safe. അപ്പം ആ വാർഡിൻ്റെ എനിമിയായി സൈറ്റ് മാനേജർ. അവർക്ക് ആ ബിഗർ പിക്ചർ ഇല്ല, അവർ ആ സ്മോളർ പിക്ചർ, അവരുടെ വാർഡ് മാത്രമേ ഉള്ളൂ അവർക്ക് ഫോക്കസ്. അവർ ചിന്തിക്കും, ഓ ഞങ്ങളുടെ വാർഡിനെ ഷോർട്ട് ആക്കിയിട്ട് വേറെ വാർഡിലേക്ക്. ബട്ട് വേറാസ് ദേ ഡോണ്ട് തിങ്ക് ഇൻ അവർ ഷൂസ്, യു ഹാവ് ടു തിങ്ക് ഇൻ എ ബിഗർ പിക്ചർ. അപ്പോൾ അന്ന് ഞാൻ നൈറ്റിലുണ്ടായിരുന്ന ഒരു സ്റ്റാഫിനെ വിളിച്ച് ഡെയിലേക്ക് കൊണ്ടുവന്നു, ഇതുപോലെ വേറൊരു വാർഡിൽ നിന്ന് ഒരു സ്റ്റാഫിനെ എടുത്തു. അതെല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരും. അറ്റ് ദാറ്റ് ടൈം യു ഹാവ് ടു മേക്ക് ദാറ്റ് ഡിസിഷൻ. സംടൈംസ് ദ ഡിസിഷൻ ക്യാൻ ബി പ്ലസൻറ്റ്, സംടൈംസ് ഇറ്റ്സ് അൺപ്ലസൻറ്റ്, ബട്ട് യു ഹാവ് ടു മേക്ക് ഇറ്റ്. യു ഹാവ് ടു മേക്ക് ഷുവർ സേഫ്റ്റി ഈസ് പാരമൗണ്ട് ഇൻ വാട്ട് എവർ യു ഡു. എന്ത് ചെയ്താലും എല്ലാം സേഫായിട്ട് മാത്രം ചെയ്യുക. എവറിത്തിങ് ടുവേർഡ്സ് പേഷ്യൻസ് സേഫ്റ്റി ആയിരിക്കണം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇതിനും നേരത്തെ ഞാൻ ഔട്ട്റീച്ചിന് പറഞ്ഞതുപോലെ തന്നെ ഈ സൈറ്റ് മാനേജ്മെൻറ്റിനും ഏറ്റവും നല്ലതായിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. അപ്പം സീനിയർ സൈറ്റ് മാനേജറായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഡെയിലി 3-4 മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണം. ആൻഡ് യു ആർ ലീഡിങ് ഇറ്റ്, ബെഡ് മീറ്റിംഗ്സ്. സോ യു ആർ ലീഡിങ് ബെഡ് മീറ്റിംഗ്സ് ആൻഡ് യു ആർ ഗോയിങ് ടു പ്രസൻറ്റ് ദ whole of the hospital to so many people from different areas. So you have to have that clinical knowledge and that communication skills. പിന്നെ കംപ്ലയിൻറ്റ്സ് ആൻസർ ചെയ്യുക. ഔട്ട് ഓഫ് അവേഴ്സിൽ നമുക്ക് ഇഷ്ടം പോലെ കംപ്ലയിൻറ്റ്സ് വരും. അപ്പം അവർ ചോദിക്കും, മാനേജറിനോട് സംസാരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ദർ ഇസ് നോ മാനേജർ ആഫ്റ്റർ ഔട്ട് ഓഫ് അവേഴ്സ്. സോ ദ കോൾ വിൽ ഓട്ടോമാറ്റിക്കലി ബി റീഡയറക്റ്റഡ് ടു ദ സൈറ്റ് മാനേജർ. So then you will take all the details of that complaint, and then you will tell them, okay, you will investigate, or you will let the ward team know when they come tomorrow, and they will ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ദേ വിൽ ലെറ്റ് യു നോ. ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ തന്നെ ആക്ഷൻ എടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്തിട്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണോ കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജർക്കോ മേട്ടറിനോ അത് നമ്മൾ ഫോർവേഡ് ചെയ്തിട്ട് കൊടുക്കണം. അങ്ങനെ ആ കംപ്ലയിൻറ്റ് ഡീൽ ചെയ്യണം. പിന്നെ സൈറ്റ് മാനേജർ ഈസ് എ പേഴ്സൺ ആസ് എ ഫസ്റ്റ് റെസ്പോണ്ടർ ഫോർ ഫയർ കോൾസ് ആസ് വെൽ. എവിടെ ഫയർ കോൾ, ഹോസ്പിറ്റലിൻ്റെ ഏത് സൈറ്റിലും ഫയർ കോൾസ് ഉണ്ടായാലും യു ഹാവ് ടു ബി ദെയർ ടുഗെദർ വിത്ത് ദ സെക്യൂരിറ്റി സ്റ്റാഫ്, പോർട്ടേഴ്സ് ആൻഡ് ദെൻ ഇഫ് നീഡഡ് ഫയർ ബ്രിഗേഡ്. നമ്മൾ സൈറ്റ് മാനേജേഴ്സാണ് ഫയർ കോൾസ് കോൾ ഓഫ് ചെയ്യുന്നത്. സോ യു ഹാവ് ടു കോൾ ദ സ്വിച്ച് ബോർഡ് ആൻഡ് സേ ഫയർ കോൾ ഈസ് ബീൻ സ്റ്റാൻഡ് ഡൗൺ. അപ്പം നമ്മുടെ ആ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം. യു മേ നോട്ട് നോ ഹൗ ടു സ്റ്റോപ്പ് എ ഫയർ ഓർ ബട്ട് യു ഹാവ് ടു ബി ദെയർ ആസ് എ റെസ്പോണ്ടർ ഫ്രം ദ ട്രസ്റ്റ്. നമ്മൾ ആ ട്രസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫയർ ബ്രിഗേഡ് വരുമ്പോഴത്തേക്കും യു വിൽ ബി ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ട്രസ്റ്റ്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റോള് സൈറ്റ് മാനേജറുടെ പറയാം. അത് ഈ കഴിഞ്ഞ ആഴ്ചയും കൂടെ ഞാൻ ചെയ്തു. ഔട്ട് ഓഫ് അവേഴ്സ് ബോഡി റിമൂവൽ ഫ്രം എ മോർച്ചറി. നമുക്കറിയാം മോർച്ചറിയിലേക്ക് ആർക്കും പോകാൻ താല്പര്യമില്ല, അല്ലേ? മോർട്ടീഷ്യൻസ് എന്ന് പറയുന്നത് അവർ 9 to 5 ജോലിയാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ലാസ്റ്റ് 2 weeks ago ഓൺ എ ഫ്രൈഡേ ഈവനിങ്, അതായത് ഞാൻ സാറ്റർഡേയിൽ വർക്ക് ചെയ്യുന്നു, ഫ്രൈഡേ നൈറ്റിൽ ഒരു പേഷ്യൻറ്റ് മരിച്ചുപോയി. പേഷ്യൻറ്റ് മുസ്ലിംസ് ആണ്. അപ്പം നമ്മൾ റിലിജിയൻ എല്ലാം ഓരോരുത്തരുടെ റിലിജിയൻ റെസ്പെക്റ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അപ്പം നെക്സ്റ്റ് സൺസെറ്റിന് മുമ്പേ അവർക്ക് ബോഡി കൊണ്ടുപോകണം. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് മോട്ടീഷ്യൻസ് ഇല്ല, ഓൺ കോൾ മോട്ടീഷ്യൻസ് ഇല്ല, നമ്മളാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ രാവിലെ വരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് റിലേറ്റീവിൻ്റെ കോളാണ് വരുന്നത്. സോ ആൻഡ് സോ പാസ്ഡ് അവേ, സോ വി വുഡ് ലൈക്ക് ടു ടേക്ക് ദ ബോഡി ബൈ ബിഫോർ ദ സൺസെറ്റ് ടുഡേ, സോ ക്യാൻ യു അറേഞ്ച് ദിസ്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഇന്നലെ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നേരെ മോർച്ചറിയിൽ പോവുക. മോർച്ചറിയിൽ പോയിട്ട് രജിസ്റ്റർ എടുത്ത് നോക്കുക, വെരിഫൈ ചെയ്യുക, ഓക്കെ ദ ബോഡി ഈസ് ദെയർ.
And the next thing you need to do is get a medical death certificate straight away by a doctor. അതൊന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല, ബട്ട് ഔട്ട് ഓഫ് അവേഴ്സിൽ you are the one who is supposed to do it, and you don't do these things very often. So once in a very long time. So ഈ ലാസ്റ്റ് 2 വീക്സിന് മുമ്പേ, അതിന് മുമ്പേ ഞാൻ ചെയ്ത ഏകദേശം നിയർലി 2 years ago. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾക്ക് എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാകുകയില്ല, ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ്. സോ ദാറ്റ്സ് ആ ഒരു റോളിൻ്റെ കാര്യം പറഞ്ഞത്. അതായത് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്, എവറി ഡേ ഈസ് വെരി ഡിഫറെൻറ്റ്. അപ്പം ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒരു മെഡിക്കൽ രജിസ്ട്രാറിനെ കൊണ്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതിക്കുന്നു. എന്നിട്ട് എഴുതിച്ച ശേഷം നമ്മൾ ആ ഡെത്ത് സർട്ടിഫിക്കറ്റും ഒരു ഫോമും കൂടെ റിലേറ്റീവ്സിനോട് വന്നിട്ട് കൊടുത്തിട്ട് വിടുന്നു. അവർ പോയി കൗൺസിലിൽ പോയി രജിസ്റ്റർ ചെയ്ത് റിലീസ് ഫോമും മേടിച്ച് തിരിച്ചു വരും. തിരിച്ചപ്പം നമ്മളൊരു ടൈം ഫ്രെയിം കൊടുക്കും. ഓക്കെ, കം ബൈ 12 o'clock or come by 1 o'clock. Then by the time the undertakers come, you go to the mortuary with the porters, release the body and sign the form from them and register into the mortuary office. ഇതൊക്കെ നമുക്ക് ഒരു നേഴ്സായിട്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ജോലികളുണ്ടോ നമുക്കുണ്ടോയെന്ന്. ഇതൊക്കെ ഒരു റോൾ ഓഫ് എ സൈറ്റ് മാനേജറാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് റിപ്പോർട്ട്സ്. സോ യു ഹാവ് ടു റൈറ്റ് so many reports during the day about the hospital, how the site is, what are the problems. So and it goes to so many people. So you make sure your writing is legitimate, people can read it in a good language. It always has to be very professional language. അതൊരു നമ്മുടെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ് റൈറ്റിംഗ് റിപ്പോർട്ട്സ്. പിന്നെ വേറൊരു ടാസ്ക് എന്ന് പറയുന്നത് മേജർ ഇൻസിഡൻസ് റെസ്പോൺസ്. നമുക്ക് പെട്ടെന്നൊരു മേജർ ഇൻസിഡൻറ്റ് വന്നു. മേജർ ഇൻസിഡൻ്റ് ആവാം, ഇൻറ്റേർണൽ ഇൻസിഡൻ്റ് ആവാം. യു ആർ ദ പോർട്ട് ഓഫ് കോൾ. സോ നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഔട്ട് ഓഫ് അവേഴ്സിൽ യു ആർ ഇൻ ചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ, ബട്ട് ദെൻ യു ഹാവ് എ സീനിയർ മാനേജർ ഓൺ കോൾ അറ്റ് ഹോം വേർ യു ക്യാൻ കൺസൾട്ട്. നമുക്ക് മുകളിലായിട്ട് സീനിയർ മാനേജർ ഓൺ കോൾ ഉണ്ട്, ഒരു ഡയറക്ടർ ഓൺ കോൾ ഉണ്ട്. അങ്ങനെ 2 പേര് നമുക്ക് എപ്പോഴും വിളിക്കാനായിട്ട് റെഡിയായിട്ട് നമുക്ക് വീട്ടിലുണ്ട്. ഐ മീൻ ഹോസ്പിറ്റലിലല്ല, അവർ വീട്ടിലാണ്, ബട്ട് യു ക്യാൻ കോൾ ദം എനി ടൈം ഇഫ് യു നീഡ് ഹെൽപ്പ്. അപ്പം മേജർ ഇൻസിഡൻസ് ഉണ്ടാകുന്നു. സോ യു കോൾ ദ സീനിയർ മാനേജർ ഓൺ കോൾ. എൻ്റെ കരിയറിലൊരു മേജർ ഇൻസിഡൻറ്റ് ഉണ്ടായത് പവർ ഔട്ടേജ്. അപ്പം ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു സൈഡിൽ മുഴുവൻ പവർ ഔട്ടേജ്. അവിടെയായിരുന്നു നിയോനേറ്റൽ ഇൻറ്റൻസീവ് കെയർ ഉണ്ടായിരുന്നത്. അപ്പം ഒത്തിരി ബേബീസ് ഈ ഇൻക്യുബേറ്ററിലൊക്കെ ഉണ്ടായിരുന്ന ബേബീസ്, അവർക്ക് പെട്ടെന്ന് മിഷൻസ് ഒക്കെ ഓഫായി പോകുന്നു. പിന്നെ പെട്ടെന്ന് നമ്മളത് ഡെലിഗേറ്റ് ചെയ്യുന്നു സ്റ്റാഫിനെ. നമുക്ക് പോർട്ടേഴ്സിനെയും ഏതെങ്കിലും വാർഡിൽ നിന്നൊക്കെ നമുക്ക് എക്സ്ട്രാ ഹെൽപ്പ് കിട്ടുവാണെങ്കിൽ സ്റ്റാഫിനെ കൂട്ടിക്കൊണ്ട് നമ്മൾ പെട്ടെന്ന് ആ ഏരിയയിൽ നിന്ന് വേർ ദർ ഈസ് ഇലക്ട്രിസിറ്റി, ആ ഏരിയയിലേക്ക് സേഫായിട്ട് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം, വേർ ക്യാൻ വി മൂവ് ദിസ് ബേബീസ് ടു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പീഡിയാട്രിക് വാർഡിൽ ഭാഗ്യത്തിന് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നു, അങ്ങോട്ട് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തു. ജനറേറ്റർ കിക്ക് ഇൻ ആയില്ല, അതാണ് പ്രശ്നം വന്നത്. അപ്പോൾ അതൊരു ഇൻറ്റേർണൽ ഇൻസിഡൻ്റ് ആയിരുന്നു. അതുപോലെ ഇപ്പം ലണ്ടൻ ബോംബിംഗ് ഒക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലെല്ലാം റെഡിയാക്കി പെട്ടെന്ന് പേഷ്യൻസിനെ എല്ലാം ഡിസ്ചാർജ് ചെയ്ത് ബെഡ് ക്രിയേറ്റ് ചെയ്ത് എനിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പം യു ടേക്ക് ദ ലീഡ്. നമ്മളാണ് പെട്ടെന്ന് എല്ലാം ഡെലിഗേറ്റ് ചെയ്ത് ഓരോരുത്തരെ ഓരോ ടാസ്ക് ഒക്കെ ഏൽപ്പിച്ച് അതൊക്കെ ചെയ്യേണ്ടത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അറ്റ് നൈറ്റ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഹോസ്പിറ്റൽ അറ്റ് നൈറ്റ്. നൈറ്റിൽ നമ്മൾ ഒരു നമ്മളെ ടീം ഓഫ് പീപ്പിൾ ഹു ഡീൽസ് വിത്ത് തിങ്സ്. അപ്പോൾ സൈറ്റ് മാനേജർ ഈസ് ദ ലീഡ് ഓഫ് ദ ഹോസ്പിറ്റൽ അറ്റ് നൈറ്റ്. ദെൻ യു ഹാവ് ഔട്ട്റീച്ച് നഴ്സസ്, മെഡിക്കൽ ഡോക്ടേഴ്സ്, സർജിക്കൽ ഡോക്ടേഴ്സ് ആൻഡ് അനസ്തെറ്റിസ്റ്റ്. ഇത്രയും പേരായിരിക്കും ഹോസ്പിറ്റൽ അറ്റ് നൈറ്റിലുണ്ടാകുക. പിന്നെ കപ്പിൾ ഓഫ് പോർട്ടേഴ്സ്. അപ്പം ഈ ഒരു ടീമിനെ ഡെലിഗേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ നൈറ്റ് ഡ്യൂട്ടിക്ക് തുടങ്ങി ഒരു ഇച്ചിരി കഴിയുമ്പോൾ തന്നെ ഹോസ്പിറ്റൽ അറ്റ് നൈറ്റ് മീറ്റിംഗ് എന്നും പറഞ്ഞുകൊണ്ട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. അത് ലീഡ് ചെയ്യണം. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ ടാസ്ക്, അതായത് കാർഡിയാക് അറസ്റ്റ് വരുമ്പോൾ ഹൂ ടേക്സ് ദ എയർവേ, ഹൂ ടേക്സ് ലൈൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡെലിഗേറ്റ് ചെയ്യണം. സോ യു വിൽ ബി ദ ലീഡ് ഓഫ് എ ഹോസ്പിറ്റൽ അറ്റ് നൈറ്റ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ആദ്യം വിളിക്കുന്നത് സൈറ്റ് മാനേജറിനെ ആയിരിക്കും. പിന്നെ ഈ സൈറ്റ് മാനേജ്മെൻറ്റ് ഡ്യൂട്ടിയിലുമുണ്ട് നമുക്ക് ടീച്ചിങ്.
ടീച്ചിങ് സ്റ്റുഡൻസ്, ഡൂയിങ് അപ്രൈസൽസ് ഫോർ യുവർ ജൂനിയർ കൊളീഗ്സ് ബാൻഡ് 7 ബാൻഡ് 5 അങ്ങനെയുള്ളവരുടെ അപ്രൈസൽസ് നമ്മുടെ ടീമിലുള്ളവർ ചെയ്യുക. വാർഡിൽ പോയിട്ട് ഇപ്പം നമ്മൾ വാർഡിലെ സീനിയർ നേഴ്സസാണ്, അപ്പം നമ്മളെ കാണുമ്പോഴത്തേക്കും പലർക്കും പല സംശയങ്ങളും ഉണ്ടാകും. അപ്പോൾ ആ സംശയങ്ങളൊക്കെ നമ്മൾ ദൂരീകരിച്ച് കൊടുക്കുക. ആ കിട്ടുന്ന അവസരങ്ങളൊക്കെ, അതായത് മറ്റുള്ളവർക്ക് നമ്മളാൽ അറിയാവുന്ന കഴിവുകളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നോക്കണം. പിന്നെ സപ്പോർട്ട് ആൻഡ് അഡ്വൈസ് ടു ക്ലിനിഷ്യൻ. സംടൈംസ് ഡോക്ടേഴ്സ് നമ്മളെ വിളിക്കും, ഓക്കെ വി ഹാവ് എ സിറ്റുവേഷൻ ലൈക്ക് ദിസ്, വാട്ട് ക്യാൻ വി ഡു. അപ്പം നമുക്ക് അവർക്ക് സപ്പോർട്ടും അവർക്ക് അഡ്വൈസും കൊടുക്കാനുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ അതോറിറ്റി ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ട്രസ്റ്റ് ഔട്ട് ഓഫ് അവേഴ്സ്. അതായത് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്കും അയ്യോ ഇപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല. യു ആർ ദ പേഴ്സൺ, യു ആർ ദ അതോറിറ്റി ഓൺ ബിഹാഫ് ഓഫ് ദ ട്രസ്റ്റ്. അപ്പം നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം നമ്മൾ ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു തീരുമാനങ്ങളും എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഇഫ് യു ആർ അൺഷുവർ അബൌട്ട് എനിത്തിങ്, നമുക്ക് എപ്പോഴും ഒരു സീനിയർ മാനേജർ ഓൺ കോൾ ഉണ്ട്. നമുക്കൊരു ഫോൺ കോൾ വിളിച്ചാൽ മതി. ഓക്കെ, സോ ആൻഡ് സോ ഹാപ്പൻ, വാട്ട് ആം ഐ സപ്പോസ് ടു ഡു, ഓ ഐ ആം ഡൂയിങ് ദിസ്, ഈസ് ദിസ് ദ റൈറ്റ് വേ ടു ഡു. നമുക്ക് അഡ്വൈസ് ചോദിക്കാനുള്ള ആളാണ് സീനിയർ മാനേജർ ഓൺ കോൾ. പിന്നെ നമ്മളെല്ലാം ചെയ്യുന്നത് NMC കോഡ് ഓഫ് കണ്ടക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. ബിക്കോസ് നമുക്കറിയാം നമ്മുടെ നഴ്സിംഗ് തുമ്മിയാ തെറിക്കുന്ന ഒരു മൂക്ക് പോലെ, അല്ലേ പിന്നമ്പർ. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കറിയാം, അത് പണി കിട്ടും. അതുകൊണ്ട് എപ്പോഴും NMC കോഡ് ഓഫ് കണ്ടക്റ്റ് അബൈഡ് ചെയ്ത് വേണം നമ്മൾ എന്തും ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മാനേജിങ് ക്ലിനിക്കൽ ആൻഡ് നോൺ ക്ലിനിക്കൽ എമർജൻസീസ്. ഇപ്പം ഞാൻ പറഞ്ഞു ഫയർ കോൾസ്, അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ്, ഇല്ലെങ്കിൽ സ്റ്റാഫ് കോൺഫ്ലിക്റ്റ്. ഇപ്പം ഒരു ഷിഫ്റ്റിൽ എനിക്കുണ്ടായിരുന്ന 2 സ്റ്റാഫ് തമ്മിൽ ഫിസിക്കലി ഫൈറ്റ് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യും? അപ്പം 2 പേരും ഒരു വാർഡിൽ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ പിന്നെ ഒരു സ്റ്റാഫിനെ എനിക്ക് വീട്ടിൽ വിടേണ്ടി വന്നു, ഒരു സ്റ്റാഫിനെ റീഡിപ്ലോയ് ചെയ്ത് വേറെ വാർഡിലോട്ടും വിടേണ്ടി വന്നു. അപ്പം നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാനായിട്ട് നമ്മൾ കഴിവുള്ളവരായിരിക്കണം. പിന്നെ ചിലപ്പം നമുക്ക് എല്ലാവരെയും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുകയില്ല. പക്ഷെ നമ്മൾ എന്താണോ റൈറ്റ് എന്ന് നമുക്ക് തോന്നുന്നു, ആ റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കുക. പിന്നെ ലിയേസിങ് വിത്ത് EBS ആൻഡ് അതർ ട്രസ്റ്റ്. സംടൈംസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ചില ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഒരു ചെറിയ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്. അപ്പം പല സമയത്തും നമുക്ക് സ്പെഷ്യാലിറ്റി റിഫറൽസ്, അതായത് പേഷ്യൻറ്റ് പെട്ടെന്ന് അക്യൂട്ട്ലി അൺവെല്ലായി മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോഴും വിളിക്കുന്നത് ആരെയാണ്? സൈറ്റ് മാനേജർ. അപ്പം നമ്മൾ മറ്റു ഹോസ്പിറ്റലിൻ്റെ സൈറ്റ് മാനേജറുമായിട്ട് ലിയേസ് ചെയ്യുന്നു. ഓക്കെ, ഹാവ് എ സോ ആൻഡ് സോ പേഷ്യൻറ്റ് ഹൂ ഇസ് ബിക്കം critically unwell, say for example a stroke, അക്യൂട്ട് സ്ട്രോക്ക് വരുമ്പം നമുക്കിവിടെ ഹൈപ്പർ അക്യൂട്ട് സ്ട്രോക്ക് യൂണിറ്റ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലില്ല. അപ്പം ഞങ്ങൾ പെട്ടെന്ന് അടുത്ത് സ്ട്രോക്ക് യൂണിറ്റ് ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് വിതിൻ ദ 4 hour പീരീഡ് വിൻഡോയിൽ ആ പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് ബ്ലൂ ലൈറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ റെസ്പോൺസിബിലിറ്റി നമുക്കുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയറിൽ ഇൻറ്റൻസീവ് കെയർ ഫുള്ളായി നമുക്ക് പേഷ്യൻസ് ഇനിയും വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ എമർജൻസി ബെഡ് സർവീസിലേക്ക് വിളിച്ചിട്ട് അവരെ ഇൻഫോം ചെയ്യണം. അപ്പോൾ അവർ നമുക്ക് വേറെ ബെഡ് കണ്ടുപിടിച്ച് തരും. അതെല്ലാം സൈറ്റ് മാനേജേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ കീപ്പിംഗ് അപ് ടു ഡേറ്റ് വിത്ത് ദ കറൻറ്റ് പ്രാക്ടീസ്. നമ്മൾ എപ്പോഴും മാൻഡേറ്ററി ട്രെയിനിങ് മാത്രമല്ല, കിട്ടാവുന്ന ട്രെയിനിങ്ങുകളെല്ലാം എടുത്ത് നമ്മുടെ പ്രാക്ടീസ് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ സമയം ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, കുഴപ്പമില്ല, വി ആർ വിതിൻ ദ ടൈം. എനിക്ക് മെസ്സേജസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലൈവൊക്കെ ചെയ്യുന്നത്. അപ്പം മെസ്സേജസ് ഒക്കെ ഞാൻ വായിച്ചിട്ട് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യം സംശയമുണ്ടെങ്കിൽ എനിക്ക് മെസ്സഞ്ചർ വഴി മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിന് എനിക്കറിയാവുന്ന പോലെ ഉത്തരം പറഞ്ഞുതരാം. അഥവാ എനിക്കറിയത്തില്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അത് അന്വേഷിച്ചിട്ട് ഉത്തരം പറഞ്ഞു തരാം, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പിന്നെ നമുക്കറിയാമല്ലോ, ഇപ്പം വന്നിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം. അവർക്ക് അതായത് നല്ലതായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ. ഞാനൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ വരുന്ന പിള്ളേർ നല്ല ബ്രില്യൻ്റാണ്. നല്ല അടിപൊളിയായിട്ട് അവർ ചാടി അവർ ഓരോ ബാൻഡ് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഒരു കാര്യം പറയാനുള്ളത്, ഈ പണ്ട് തൊട്ടേ ബാൻഡ് 5 ആയിട്ടിരിക്കുന്ന
ഒത്തിരി കഴിവുള്ള മലയാളികൾ ഇവിടെയുണ്ട്. ചൈൽഡ് കെയറും ഫാമിലി കെയറും പറഞ്ഞുകൊണ്ട് കഴിവുള്ള ഒത്തിരി പേര് വീട്ടിലിരുന്ന് പോയത് എനിക്കറിയാം. എൻ്റെ ഫ്രണ്ട്സായിട്ട് തന്നെ കുറേ പേരുണ്ട്, അല്ലാതെ തന്നെ UK ഒത്തിരി പേര് കഴിവുള്ള ആൾക്കാർ ഈ ചൈൽഡ് കെയർ പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രസ് പ്രൊമോഷൻ പോകാതെ ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ ആ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി വന്ന് കുറച്ചുകൂടിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ UK. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം, ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഒരു വിശാലമായ ലോകമാണ്. നമുക്ക് പഠിക്കാനായിട്ട് ഏജ് ലിമിറ്റ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. ക്ലിനിക്കൽ അല്ലെങ്കിൽ നോൺ ക്ലിനിക്കൽ, നഴ്സസിന് ചെല്ലാൻ പറ്റാത്തതായ ഒരു കാര്യങ്ങൾ ഇവിടെയില്ല. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുക, നമുക്ക് എന്താണ് ആകേണ്ടത്, നമുക്ക് എന്തിനോടാണ് പാഷൻ, നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അതിനു വേണ്ടിയിട്ട് മാത്രം ശ്രമിക്കുക. ശ്രമിച്ചാൽ നടക്കാതെ ഒന്നുമില്ല. ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ്, യു ഓൾ ക്യാൻ ഡു ഇറ്റ് എന്ന് ഉള്ളൊരു തിയറി എനിക്ക് പറയാനുള്ളൂ. അപ്പം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു പോയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മെസ്സേജ് അയയ്ക്കുക. ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന പോലെ ഞാൻ ആൻസർ തരാം. അപ്പോൾ താങ്ക് യു ആൻഡ് വെരി ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. ഗുഡ് നൈറ്റ്.